ചിരിയാണ് സാറേ. എന്നപോലൊരു സിനിമ ഇനി ഞങ്ങൾ മലയാളികൾക്ക് വരുമോ? ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. അത് ചെറിയ ഭാഗമല്ലോ, അടിപൊളി ഭാഗം തന്നെ. പക്ഷെ ഒരു സമയത്ത് ഏറ്റവും വിവാദ വിഷയമായ ഒരു കാര്യം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. നൃത്തത്തിൽ കളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നിറത്തിന് പങ്കുണ്ടോ? ചേച്ചിയുടെ അഭിനയ ജീവിതത്തിൽ ഉയരം കൊണ്ട് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരാങ്ങളെ പെങ്ങളെ സൗഹൃദം അല്ലെ, ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണെന്ന് ഞങ്ങൾ പ്രേക്ഷകരെ ഇന്നും കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ഓർമ്മപ്പെടുത്തുന്നൊരു ഫോട്ടോ. ലാലേട്ടൻ മാജിക് ആണല്ലോ, തോളത്തിങ്ങനെ പിടിച്ചിട്ട് ഒരു സ്ക്വീസ് ചെയ്തിട്ടൊക്കെ പോകുന്നത്, അതിനൊക്കെ ഒരു ജീവൻ തന്നെ നൽകുന്നല്ലേ. മലയാളികളുടെ എന്നും ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ. ഇത് വളരെ സ്പെഷ്യലാണ്. ഈ ക്ലീശ ചോദ്യം തന്നെ കേട്ടോ, നൃത്തമാണോ ഇഷ്ടം അഭിനയമാണോ ഇഷ്ടം എന്നൊരു ചോദ്യം ചോദിച്ച ചേച്ചി എന്ത് ഉത്തരം? എന്റെ ക്ലീശ ആൻസറും കൂടെ ചേർത്തങ്ങ് ചോദിച്ചല്ലോ. ഭരതനാട്യം എന്ന ആർട്ട് ഫോമിന് ഒരു ട്രിബ്യൂട്ടായിട്ട് അവര് രൂപകൽപ്പന ചെയ്ത ഒരു ഇവന്റിന്റെ സാക്ഷാത്കാരമാണ് മൃദംഗനാഥം. 1 2 അല്ല 12,000 പേരല്ലേ, ചില്ലറക്കളിയല്ല. അതാണ് ഈ ഡിസംബറിൽ നമ്മൾ മച്ചാനെ പൊളിക്കാൻ പോകുന്നത് അല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ സ്വന്തം, മലയാളികളുടെ പ്രിയപ്പെട്ട, നൃത്തത്തിലും അഭിനയത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ എല്ലാം സ്വന്തം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കണം. ദിവ്യ ഉണ്ണി. 90 കാലഘട്ടങ്ങളിൽ അഭിനയത്തിലെല്ലാം ഞങ്ങൾക്ക് ഇന്നും മനസ്സിലൊരിടം തന്ന ഓരോ ക്യാരക്ടറുണ്ട്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ കൊച്ചിയെ കുലുക്കാൻ വേണ്ടി തയ്യാറെടുത്തല്ലേ? എന്ത് തോന്നി ഈ നിമിഷം? ഒരുപാട് സന്തോഷം. മൃദംഗനാഥം എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഡിസംബർ 29-ാം തീയതിയാണ് ഈ ഇവൻറ്റ്. അതൊരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ്. അതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? 12,000 നർത്തകർ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ അത് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞൊരു ആർട്ട് മാഗസീൻ്റെ ഓർഗനൈസേഷനാണ് ഇവൻറ്റ്. അവരുടെ ഒരു ഐഡിയ ആണിത്. ഇതൊരു പ്രീമിയം ആയിട്ടുള്ള ആർട്ട് മാഗസീനാണ്. ആർട്ടിസ്റ്റുകൾക്കും ആർട്ടിസ്റ്റ് ആസ് എ കമ്മ്യൂണിറ്റി, ജസ്റ്റ് നോട്ട് ഫോർ കലാകാരന്മാർക്ക് മാത്രമല്ല, കലയെ സ്നേഹിക്കുന്നവർക്കും അതിനു വേണ്ടി അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ഒന്നിച്ച് വരുവാനുള്ള, കലയെ കൂടുതൽ അറിയുവാനുള്ള ഒരു വേദി ഒരുക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാഗസീനാണ്. അപ്പോൾ അവരുടെ ഒരു ലോഞ്ച് ഇവന്റ് പോലെയാണ്. അവരുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിന്റെ സിഇഒസ് മിസ്റ്റർ ഷമീർ ആൻഡ് മിസ്റ്റർ നികോഷ്. അവരുടെ രണ്ടുപേരുടെയും അവരുടെ കീഴിലാണ് ഈ മാഗസിൻ. അവരാണ് ഈ മാഗസിൻ്റെ സിഇഒസ്. അവരുടെ വിഷനിൽ ഉണ്ടായ ഒരു ഇവൻ്റാണ്. ആസ് എ ട്രിബ്യൂട്ട് ടു ഭരതനാട്യം എന്ന ആർട്ട് ഫോമിന് ഒരു ട്രിബ്യൂട്ടായിട്ട് അവർ രൂപകൽപ്പന ചെയ്ത ഒരു ഇവൻറ്റിൻ്റെ സാക്ഷാത്കാരമാണ് മൃദംഗനാഥം. ദിവ്യ ചേച്ചി, ഞാൻ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, നൃത്തം എൻ്റെ ജീവനാണ്, എൻ്റെ ശ്വാസമാണല്ലേ. ഈ ഒരു നൃത്തത്തെ ഇത്രമേൽ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താണ്? നൃത്തത്തെ ഇഷ്ടപ്പെടാൻ ഇല്ല, നൃത്തം ഓർമ്മ വെച്ച നാൾ മുതലേ കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് നൃത്തമാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് നൃത്തത്തെ ഇഷ്ടപ്പെടാമെന്ന്. നൃത്തം നമ്മളെ ഇഷ്ടപ്പെട്ടാലേ നൃത്തം നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം എന്ന് തോന്നണു. നമ്മൾ നല്ല രീതിയിൽ നൃത്തം ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് സമയവും നല്ല ഗുരുക്കന്മാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളുമൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നൃത്തത്തിന് എന്നെ ഇഷ്ടം ആണ് എന്നുള്ളതാണ്. അതാണ് ഈ ഡിസംബറിൽ നമ്മൾ മച്ചാനെ പൊളിക്കാൻ പോകുന്നത് അല്ലേ. ഈ 12,000 പേരെ വെച്ച് നൃത്തം ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലോട്ടുള്ള ചാൻസ് വന്നപ്പോഴും തോന്നിയ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ആദ്യം ഒരു കാരണം ചെറിയൊരു കൈവപ്പല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അല്ല, അതൊരു എന്താ പറയുക, ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ ഒരു വാവ് ഫാക്ടർ ആയിരുന്നു ആദ്യം. ഓ മൈ ഗോഡ്, വാവ്, ഇത് ഇത്രയും പേര് ഒന്നിച്ച്. പക്ഷെ അപ്പോഴും നമ്മൾ നൃത്തത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ വരുന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ ആ ഒരു ഊർജം, ഒരു എനർജിയാണ്. കാരണം
ഇത്രയും മനസ്സുകളും ആത്മാവും എന്താ പറയുക അംഗങ്ങൾ ഒന്നിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ആ ഒരു യൂണിറ്റിയുടെ ഊർജ്ജം. 12,000 നർത്തകർ അണിനിരന്ന് ഒരേ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എനർജി എന്ന് പറയുന്നത് അതാണ് ഞാൻ ആദ്യം ഇമാജിൻ ചെയ്യാൻ ശ്രമിച്ചത്. ആ ഒരു ഇമാജിനേഷനിൽ നിന്നാണ് പിന്നീട് എനിക്ക് അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഉള്ള എൻ്റെ കോൺട്രിബ്യൂഷൻസ് നൽകുവാനുള്ള ശക്തി കിട്ടിയത് ആ ഒരു വാവ് ഫാക്ടറിയിൽ നിന്നാണ്. 1-2 അല്ല 12,000 പേരല്ലേ, ചില്ലറക്കളിയല്ല. അല്ല ഇതൊരു ഗിന്നസ് അറ്റംപ്റ്റ് ആണ് നമ്മുടെ. സോ ഇതിനു വേണ്ടി നമ്മളൊരു ഗാനം ഇതിനായിട്ട് നമ്മൾ എഴുതിച്ചതാണ്. കൈതപ്പുറം തിരുമേനിയാണ് എഴുതിയിരിക്കുന്നത്. ദീപാങ്കുരൻ അദ്ദേഹത്തിൻ്റെ മകനാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. ശ്രീ അനൂപ് ശങ്കറാണ് ആലപിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗാനത്തിനാണ് ഞങ്ങൾ നൃത്തം ചെയ്യുന്നത്. ഇത് ഇത്ര സെക്കൻഡ് ഇത്ര മിനിറ്റിൽ ചെയ്യണമെന്നുണ്ടോ ഗിന്നസിലോട്ട് ചെല്ലുമ്പോൾ? ഇത് 8.5 മിനിറ്റ്, അതായത് ഇപ്പോഴുള്ള എല്ലാത്തിനും മേലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് 8.5 മിനിറ്റാണ് ഞങ്ങളുടെ ഈ സോങ്ങിൻ്റെ ദൈർഘ്യം. അത് മൃദംഗനാദം എന്നാണ് പേര്. അപ്പോൾ ശിവന്റെ താണ്ഡവത്തെ പ്രകീർത്തിച്ചുകൊണ്ടും വർണ്ണിച്ചുകൊണ്ടുമുള്ള ഒരു ഗാനമാണ്. അതാണ് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഗാനമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ തൂലിയത്തുമ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സൃഷ്ടിക്ക് നൃത്തം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുന്നത്. ചേച്ചിക്ക് അവസരം ലഭിക്കുന്ന പോലെ തന്നെ കാണാനുള്ള പ്രേക്ഷകർക്കും ഈ ഒരു അവസരം ലഭിക്കട്ടെ. നിങ്ങൾ കാത്തിരിക്കുന്നു. ചേച്ചി, നമ്മൾ ഇനി സിനിമയിലോട്ട് വരുമ്പം ചിരിയാണ് സാറേ എൻ്റെ മെയിൻ എന്ന് പറയുന്നത് പോലെ ചേച്ചിയുടെ ഒരു ഭംഗി, ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ചിരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാനോ? ഇല്ല, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു. ചേച്ചി ഇനിയും സിനിമയിലോട്ട് കടന്നു വരുന്ന സമയത്ത് ഈ ക്ലീശ ചോദ്യം തന്നെ കേട്ടോ, അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ നൃത്തമാണോ ഇഷ്ടം അഭിനയമാണോ ഇഷ്ടം എന്നൊരു ചോദ്യം ചോദിച്ച ചേച്ചി എന്ത് ഉത്തരം? എൻ്റെ ക്ലീശ ആൻസറും കൂടെ ചേർത്തങ്ങ് ചോദിച്ചല്ലോ. രണ്ടും എൻ്റെ ലൈഫിൽ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഇങ്ങോട്ടും. അങ്ങനെ ഒരിഷ്ടം പറയാൻ പറ്റില്ല. നൃത്തം ആണ് സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. സിനിമയിലൂടെ നൃത്തത്തിൽ എനിക്ക് കൂടുതൽ അതായത് വേദികളും അവസരങ്ങളും ഒക്കെ നൃത്തത്തിലൂടെ സിനിമയിലുള്ളപ്പോൾ തന്നെ ഉത്സവ വേദികളും അവാർഡ് ഫങ്ഷൻസിൻ്റെ വേദികളും ഒക്കെ ചില വേദികളുടെ ആ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വേദികൾ വന്നു ചേരുന്നത് സിനിമയിലുള്ള പ്രസൻസ് കൊണ്ടാണ്. അപ്പോൾ അതൊരു സർക്കിളായിട്ട് ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് നടന്നുകൊണ്ട് ആണ് എൻ്റെ ലൈഫിൽ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രണ്ടും എൻ്റെ ജീവനാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ചേച്ചിയുടെ ഈ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു അഭിനയം, നൃത്തം, ഈ കലോത്സവ വേദികൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ഒരു വളർച്ചയിൽ? കലോത്സവ വേദികൾ ഒരുപാട് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ CBSE കലോത്സവങ്ങളിലും സ്റ്റേറ്റ് കലോത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. അതായത് തുടക്കം കുറിക്കുന്ന അവിടെ നിന്ന് തന്നെയാണ്. തുടക്കം കുറിക്കുന്ന അവിടെ നിന്നാണ്. പിന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റും പിന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ്, അതായത് നമ്മളുടെ കലോത്സവ വേദികൾ കണ്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഒരു ഐറ്റത്തിൻ്റെ നമ്പർ വിളിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് 5 മിനിറ്റ് കഴിഞ്ഞ് അവിടെ ഭരതനാട്യം കോസ്റ്റ്യൂമിൽ പോയി കവിത ചൊല്ലുക, അത് കഴിഞ്ഞ് നാടോടി നൃത്തത്തിന്റെ കോസ്റ്റ്യൂമിൽ പോയി മോണോ ആക്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അത് അന്നൊക്കെ എത്ര ഇവന്റ്സിന് പങ്കെടുക്കുമായിരുന്നു? 7-8 ഇവന്റ്സിൽ പങ്കെടുത്താലാണ് ആ കലാപ്രതിഭ പട്ടത്തിനാണല്ലോ നമ്മള് കലാപ്രതിഭ, അതിന് വേണ്ടിയിട്ടുള്ള അതും ഉണ്ട് നമുക്കൊരു ഗോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, കഥാപ്രസംഗം, കവിത പ്രസംഗം, പിന്നെ ചെറിയ മോണോ ആക്ട് പോലത്തെ അങ്ങനെ. പിന്നെ എന്തോ 5 മിനിറ്റ് മുമ്പ് ഒരു ടോപ്പിക് തരും, നമ്മൾ 5 മിനിറ്റിൽ അതിനെക്കുറിച്ച് 5 മിനിറ്റ് സംസാരിക്കണം. അങ്ങനെ ഇന്നത്തെ കുട്ടികളും രാഷ്ട്രീയം, കുട്ടികളും അങ്ങനെ കവിത, ലിറ്ററേച്ചർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ. അപ്പോൾ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുക, അതാ ഞാൻ പറഞ്ഞ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റും എല്ലാത്തിനും നമുക്കൊരു ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ശക്തിയും ഒക്കെ കലോത്സവ വേദികളിൽ നിന്നും. കലോത്സവ വേദികൾ ഗുണം ചെയ്തിട്ടുണ്ട്. കലോത്സവ വേദികൾ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുട്ടികൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിനെ കൊണ്ടുപോകേണ്ടത്. അതെ അതെ അതെ. പിന്നെ അത് ഒരു കാലഘട്ടമാണ്. ഇപ്പോഴും കലോത്സവങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇത്തരം സംരംഭങ്ങൾ, അതായത് ഇപ്പോൾ മൃദംഗനാദം പോലെയുള്ള സംരംഭം എന്ന് പറയുന്നതും നമ്മൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു
അവരിത് എങ്ങനെ സാധിക്കുന്നു ഈ ഒരു ഇന്റർവ്യൂവിന് വരുന്ന സമയത്തും എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഒരു 10 പേര് 20 പേര് ഡാൻസ്, ഈ 12,000 പേരെന്ന ആ ഒരു നമ്പർ തന്നെ നമ്മളെ ഞെട്ടിക്കും. അതെ അതെ അല്ലേ? അപ്പൊ ആ 12,000 പേരിലേക്കും ഈ കലാരൂപം അതിനോടുള്ള സ്നേഹവും അത് നമുക്ക് നൽകുന്ന മൂല്യങ്ങളും എത്തിക്കാൻ ഈ ഒരൊറ്റ വേദിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം അതിൽ ഒരു എത്രത്തോളം പേര്, നമ്മൾ 7 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെയാണ്, 7 വയസ്സ് മുതലുള്ളവരാണ് പാർട്ടിസിപ്പൻസ് അപ് ടു എനി ഏജ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര ഹൃദയങ്ങളെയാണ് അത് ടച്ച് ചെയ്യുന്നത്. ഈ ഭരതനാട്യം എന്നുള്ള കലാരൂപം നമ്മളുടെ എല്ലാ ക്ലാസിക്കൽ കലാരൂപങ്ങളും, നമ്മളുടെ എസ്പെഷ്യലി ഇന്ത്യൻ ക്ലാസിക്കൽ കലാരൂപങ്ങളെല്ലാം ഏത് രാജ്യത്തെ ആണെങ്കിലും ക്ലാസിക്കൽ കലാരൂപങ്ങൾ, അത് ക്ലാസിക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അത് ഇറ്റേണൽ ആണ്. അതായത് വീണ്ടും വീണ്ടും ആളുകൾ ഇതിനെ തിരിച്ച് മനസ്സിലേക്ക് ഏറ്റുന്നതാണ്. അത് ഇപ്പോൾ വെസ്റ്റേൺ ബാലെ പോലത്തെ കലാരൂപങ്ങളാണെങ്കിൽ, നമ്മുടെ കലാരൂപങ്ങളൊക്കെ ആണെങ്കിലും ഇതൊരു ക്ലാസിക്കായിട്ട് നിൽക്കണമെങ്കിൽ ഇത് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ള കടമയാണ് നമുക്കുള്ളത്. ആ ഒരു കടമ മാത്രമേ ഉള്ളൂ. അതായത് ഇത് ഈ നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ തിരിച്ച് പകർന്നു കൊടുക്കണം. അപ്പോൾ അത് ഒരു വലിയൊരു സംഘം ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് ഈ മൃദംഗനാഥം വഴി അത് നടക്കും. അത് അന്ന് നമ്മൾ റെക്കോർഡ് എന്നുള്ളത് അതിൻ്റെ വേറൊരു പൊന്തൂവൽ കൂടെ മാത്രമാണ്, സൃഷ്ടിക്കപ്പെടുകയാണ്. അതെ അതെ അതാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇത് വളരെ വലിയൊരു മൂല്യമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഈ ഒരു ഇവന്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര അഭിമാനമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചേരാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ അഭിമാനമാണ്. ഞങ്ങൾക്ക് ഇന്റർവ്യൂ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കും സന്തോഷം തോന്നും. ഒട്ടും വയ്യ കേട്ടോ, സത്യം പറഞ്ഞാൽ. അല്ലേ? അത് പറഞ്ഞു ഞാനും ഒരു മിമിക്രി കാണിക്കുകയാണ്. ഇതുവരെ ഉള്ളത് മിമിക്രി ആയിരുന്നു, ഞാൻ ശബ്ദം മാറ്റി ചെയ്തതല്ലേ? ഇല്ല, നല്ല കോൾഡും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടി സ്പേസ് തന്നു. ചേച്ചിയുടെ അഭിനയ ജീവിതത്തിൽ ഈ ഒരു ഉയരം അത് നല്ല രീതിയിലാണോ ബാധിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഉയരം കൊണ്ട് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉയരം നല്ല രീതിയിൽ തന്നെയാണ്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഉയരം കിട്ടുന്നത് ഒരു ഭാഗ്യം കേട്ടോ. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ അവസരങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപാട് മുൻനിര താരങ്ങളോട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ദിലീപേട്ടൻ, ജയറാമേട്ടൻ. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോകൾ കാണിക്കാം. അപ്പം ചേച്ചിക്ക് ഓർമ്മ വരുന്നത് നമ്മളോടൊന്ന് പങ്കുവെക്കണം. ആദ്യ ഫോട്ടോ. ഇത് പൂക്കാലമരവായുടെ ലൊക്കേഷനിലാണ്. പൂക്കാലമരവായുടെ അതിൽ ഒരു ബസ്സിൽ രാവിലെ ഞങ്ങളെല്ലാവരും കയറി, ജയറാമേട്ടൻ ആ ബസ് ഓടിച്ച് എല്ലായിടത്തും ഇങ്ങനെ പോയി. ആ ഒരു ഗ്രീൻ ലാൻഡ് ലവ്ലി ലാൻഡ് ആ ഒരു പാട്ടാണ്, അതാണ് ഞങ്ങളുടെ കോറസ്. അതുകൊണ്ട് എനിക്കത് ഓർമ്മ. അതല്ലാണ്ട് വേറെ ജയറാമേട്ടൻ്റെ ലിറിക്സ് വേറെയാണ്. അതിലെടുത്ത ഫോട്ടോ ആണ് ഈ ഫോട്ടോയിലുള്ള ഓർമ്മകൾ. അതല്ലേ? ഇനിയും ഒരു ആങ്ങള പെങ്ങള സൗഹൃദം അല്ലെ, ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണെന്ന് ഞങ്ങൾ പ്രേക്ഷകരെ ഇന്നും കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഫോട്ടോ കാണിക്കട്ടെ. ഇത് ഉസ്താദ് ആണ്. ഉസ്താദ് സിനിമയിൽ അത് എന്താ പറയുക, ലാലേട്ടൻ മാജിക് ആണല്ലോ. ഇങ്ങനൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനൊരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വരെ ആ ഒരു സിനിമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. ആ ഒരു മഹാനടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് അദ്ദേഹം നമ്മളെ എപ്പോഴും വിസ്മയിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണല്ലോ. അപ്പോൾ ചെറിയ ഇപ്പോൾ പപ്പയ്ക്ക് വിഷമം വരുമ്പോൾ ചേട്ടൻ്റെ കണ്ണ് നിറയുന്നതും ഒക്കെ അത് ഇങ്ങനെ നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും എനിക്ക് ഓർമ്മയുണ്ട്. വിനീത് ജി ആയിട്ടൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ സീനിലൊക്കെ നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ചെറിയ കാര്യങ്ങൾ ലാലേട്ടനിടുമല്ലോ. ഇത് തോളത്തിങ്ങനെ പിടിച്ചിട്ട് ഒരു സ്ക്വീസ് ചെയ്തിട്ടൊക്കെ പോകുന്നു. അതിനൊക്കെ ഭയങ്കര അത് ഒരു ജീവൻ തന്നെ നൽകുന്നല്ലേ? അതെ. അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ വളരെ ഡീപ്പായിട്ടുള്ള വേവ്സ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ. അതൊന്നും ഓർമ്മപ്പെടുത്തില്ല അല്ലേ? തീർച്ചയായിട്ടും. ഇനി അടുത്ത ഫോട്ടോ. അയ്യോ, അത് നീ എത്ര ധന്യ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഞാനൊരു ചെറിയ കാർത്തിക ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും മുകേഷ് ചേട്ടൻ്റെ ഓർമ്മകളാണ്. ചേട്ടൻ, അതായത് കുഞ്ഞ് കാർത്തിക ചേച്ചിയെ ഓർക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്,
എൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞിട്ടാണ് ജെയ്സി സാറിൻ്റെ ഈ സെറ്റിൽ നമ്മൾ പോയത്. എന്നിട്ട് എനിക്ക് ആ ഡയലോഗൊക്കെ തന്നു. ആ ചേട്ടൻ ഇവിടെ ഒളിച്ചിരിക്കുകയല്ലേ, ഞാൻ അമ്മയോട് വഴക്ക് പറഞ്ഞു, അമ്മയുടെ അടുത്ത് പറഞ്ഞ് വഴക്ക് കേൾപ്പിച്ചുകൊണ്ട് ഇനിയും വിഷമിച്ചിരിക്കുകയാണ്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത വെയിൽ, കുറേ ഈ ബോഗൺവില്ല പൂക്കളിൻ്റെ നടുവിൽ. എനിക്ക് ഓർമ്മയുണ്ട് അത് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നു. ഓർമ്മയുണ്ട്. ഇനിയും അടിപൊളി ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ സുരേഷ് ചേട്ടൻ ഞങ്ങളുടെ അമ്പലത്തിൽ വന്നപ്പോൾ ഞാൻ ഓട്ടോഗ്രാഫ് വാങ്ങുന്ന ഫോട്ടോയാണത്. ഓട്ടോഗ്രാഫ് മേടിക്കുന്നത് ഇതല്ലേ? അതെ എന്നാണ് എൻ്റെ ഓർമ്മ. ഓട്ടോഗ്രാഫ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സുരേഷ് ചേട്ടന്. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ധനശേഖരണം കിക്ക് ഓഫിന് വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്. മലയാളികളുടെ എന്നും ജനപ്രിയ നായകൻ ദിലീപേട്ടൻ, ആ ഒരു ഫോട്ടോ കാണിക്കട്ടെ. ഇത് വളരെ സ്പെഷ്യലാണ്. ഇത് ജനപ്രിയ നായകനാണ്. പക്ഷെ ഞാനവിടെ സെൻറ്റ് റിസേഴ്സ് കോളേജിൽ എന്താ പറയുക, ആർട്സ് ക്ലബ് ഇനാഗുറേഷന് വന്ന ചീഫ് ഗസ്റ്റിന് സ്വാഗത പ്രസംഗമായിരുന്ന എന്താ പറയുക, സ്വാഗത പ്രസംഗം പറയാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അത് ജനപ്രിയ നായകനാണത്, പക്ഷെ എൻ്റെ റോൾ അവിടെ വേറെയാണ്. അത് ഞങ്ങളുടെ കോളേജിലെടുത്ത പടമാണ്. ആ റോള് ഞാൻ ചെയ്തല്ലേ. ഈ പണ്ട് മുതൽ സ്കൂട്ടർ ഓടിക്കാൻ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നു. ആ സ്കൂട്ടറിൽ തന്നെ പറയാനൊരു കഥയും കാണും. അത് സ്കൂട്ടർ എന്നൊന്നും പറയണ്ട, അത് സണ്ണിയാണ്. സണ്ണി ഇതൊക്കെ പഴയ ആളുകൾക്കൊന്നും അല്ലേ ഓർമ്മയാ. അതെ. ഈ ഒരു ഫോട്ടോയെ പറ്റി അതെൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു. അത് വെച്ചിട്ട് ട്യൂഷന് പോകല്, ഡാൻസ് ക്ലാസ്സിൽ പോകല്, എല്ലായിടത്തും എവിടെ വേണമെങ്കിലും പോകല്. സൈക്കിൾ അധികം ചവിട്ടിയിട്ടില്ല, നടന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. ഇത് സ്കൂളിൽ എനിക്ക് തന്നു വിടില്ലായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ ഓടിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷന്, ഡാൻസ് ക്ലാസ്സുകൾക്കൊക്കെ പോവും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് സാധനം പലചരക്ക് വാങ്ങണമെങ്കിലോ വളരെ റെയറായിട്ട്, അങ്ങനെയൊന്നും വിടാറില്ല. ഇത് തന്നെ കുറച്ച് വൈകുന്നേരത്തെ 1-2 സമയങ്ങൾ. പക്ഷേ എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചി ഇപ്പം കുട്ടിക്കാലം മുതലേ സിനിമയിൽ അഭിനയ രംഗം തുടങ്ങി. അപ്പോൾ കാലഘട്ടത്തിൽ വന്ന വ്യത്യാസമുണ്ട്. അത് ടെക്നീഷ്യൻ സൈഡാണെങ്കിലും അഭിനയ രംഗത്താണെങ്കിലും വന്ന വ്യത്യാസങ്ങൾ, വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചേച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? നമ്മൾക്ക് അങ്ങനെ ടെക്നിക്കൽ സൈഡിലേക്കുള്ള മാറ്റങ്ങൾ കാണുവാനായിട്ട് നമുക്ക് അവസരം ലഭിക്കുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഓരോ BTSലൂടെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ കണ്ടൻറ്റിലും സിനിമ ചെയ്യുന്ന രീതികൾ, അതായത് സ്ക്രിപ്റ്റ്സും അതിൻ്റെ ആക്ടിങ്ങിലും, കൂടാതെ വസ്ത്രവിധാനത്തിലും, പിന്നെ കൾച്ചറലി ഇപ്പോഴത്തെ എവല്യൂഷൻ, ഇപ്പോൾ നമ്മുടെ സംസ്കാരമാണെങ്കിലും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ എവല്യൂഷൻ ഉൾക്കൊള്ളുന്നതും അതൊക്കെയാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ്. ആ വന്ന മാറ്റങ്ങൾ ഓർക്കുന്നു അല്ലേ ചേച്ചി? ഇപ്പം സിനിമകളിൽ വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഇന്ന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടുന്നവരുണ്ട്, അഭിനയത്തിൽ കിട്ടാതെ പോകുന്നവരുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്ന് കാണുന്ന ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഞാൻ അഭിനയിച്ച സമയത്തെ പോലത്തെ സിനിമയല്ല, അപ്പം അതുകൊണ്ട് ഞാൻ അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ള അർഹത ഉണ്ടോന്ന്? അർഹതയുണ്ട്, തീർച്ചയായിട്ടും. അത്രയും വലിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയണ ഇന്നത്തെ സമയത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടെടുക്കപ്പെട്ടവരാണ്. അതായത് നമ്മൾ ഇപ്പോൾ മാഗസിൻ കവേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ യുവജനോത്സവ വേദികളായിരുന്നു. അപ്പോഴും ഈ ഡാൻസ് വേദികളിൽ നിന്ന് വരുമ്പോഴും കുറച്ച് മുഖചിത്രങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഒരു ജേർണി, അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ടാലൻറ്റ് ഉണ്ടെങ്കിൽ, അതിനോട് പാഷൻ ഉണ്ടെങ്കിൽ, അവർക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഫോൺ മതി, പ്ലാറ്റ്ഫോം ഉണ്ട്. അതെ, അപ്പോൾ അവർക്ക് to be seen and heard ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ if that is really what you want to do, then you should go for it. അതിന് വേണ്ടി സമയം കണ്ടെത്തി, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ആണെങ്കിലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ടൈംലി ആയിട്ട് പോസ്റ്റുകളൊക്കെ ചെയ്ത് ഒരു ട്രൈബിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലേ? ഉറപ്പായിട്ടും. ചേച്ചി, ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കൊരു സ്ഥലത്ത് എത്തപ്പെടാം, ഈ നിലനിൽക്കാൻ പാടാണോ? തീർച്ചയായിട്ടും പാടാണ്. അത് പറയാൻ കാരണം അത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മേലെയുള്ള എക്സ്പെക്റ്റേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഓൺ ദ വേ ആണെങ്കിൽ നമ്മൾ ഓൺ ദ വേ എന്നുള്ളത് അത് മാത്രമേ ഉള്ളൂ. ടുവേർഡ്സ് ദ ഡെസ്റ്റിനേഷൻ ആണ്. പക്ഷെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഡെസ്റ്റിനേഷൻ ഇസ് യോഴ്സ്.
സോ യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. അതെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം നൃത്ത അധ്യാപികയായതുകൊണ്ടും ഇത്ര വലിയൊരു ഈവൻ്റ് ചെയ്യുന്നത് കൊണ്ടും എൻ്റെ ഒരു ചോദ്യം ജനങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്, ഈ നൃത്തത്തിൽ പക്ഷേ ഒരു സമയത്ത് ഏറ്റവും വിവാദ വിഷയമായ ഒരു കാര്യം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. നൃത്തത്തിൽ കളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നിറത്തിന് പങ്കുണ്ടോ? ഇല്ല. നമ്മൾക്ക് അംഗശുദ്ധി, നർത്തകി ലക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മളായിട്ട് മാൻ മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്ലെക്സിബിലിറ്റി, ഇത് എന്താ പറയുക, നർത്തകി ദശപ്രാണാസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് തിരിയാനുള്ള സ്പീഡ്, ചാടാനുള്ള ഇതെല്ലാം നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ശരീരത്തിൽ. ഫ്ലെക്സിബിൾ ആയിരിക്കണം ബോഡി. ഫ്ലെക്സിബിലിറ്റി, പിന്നെ കൈ എത്തുന്നിടത്ത് അത് കണ്ണിൻ്റെ ഫ്ലെക്സിബിലിറ്റി, എല്ലാം അതാണ് ഡിസിപ്ലിൻ. ബോഡി ഡിസിപ്ലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നോളജാണ്, മ്യൂസിക് നോളജ്, താളത്തിനെ കുറിച്ചുള്ള നോളജ്, സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ചുള്ള നോളജ്. സോ ഇതൊക്കെ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ബുക്കിൽ പറയണത്. അതൊക്കെയാണ്. കഴിവുണ്ടോ രക്ഷപ്പെടും? കഴിവല്ല, പ്രയത്നവും വേണം. ചേച്ചിയുടെ ഒരു ടീമിലോട്ട് ഒരു കുട്ടിക്ക്, ഇന്ന് ഈ വീഡിയോ കാണുന്ന കുട്ടിക്ക് വരണമെങ്കിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളായിരിക്കും ചേച്ചി പറയുന്നത്? എൻ്റെ അടുത്ത് പഠിക്കാനാ അത് ആഗ്രഹമുണ്ടെങ്കിലാണ്. അത് ഏജ് വയസ്സിരിക്കും. ഞാൻ എപ്പോഴും പേരൻസിനോട് പറയും, ഇപ്പോൾ ഒരു 4 വയസ്സിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങും. ഞാൻ സ്റ്റുഡൻസിനെ എടുക്കാറുണ്ട് 4 വയസ്സിൽ. അത് പലർക്കും പല അഭിപ്രായമാണ്. ചിലർ 6-7 വയസ്സാവാണ്ട് എടുക്കാറില്ല, ആ ഒരു മെച്യൂരിറ്റി വരാണ്. പക്ഷെ ഞാൻ 4 വയസ്സ് തൊട്ട് പഠിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ പേരൻസിനോട് പറയും, 4 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ ഈ കാൽവേദന എനിക്ക് വേണ്ട, എനിക്ക് ചെയ്യണ്ട, അതൊന്നും നിങ്ങൾ പറയല്ലേ. 7 വയസ്സാകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കൊച്ചിന് താല്പര്യമുണ്ട്. കാരണം അപ്പോഴത്തേക്കും എനിക്ക് കുട്ടിയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ താല്പര്യമുണ്ടോ, കണ്ടിന്യൂ ചെയ്യണോ, ടാലൻറ്റ് ഉണ്ടോ, അങ്ങനെ. പക്ഷേ ഈ ടാലൻറ്റ് മാത്രമല്ല, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിനോട് സമയം ചെലവഴിക്കാൻ കുട്ടി റെഡിയാണെങ്കിൽ ഡാൻസ് വിൽ ഓപ്പൺ അപ്പ് ടു യു. ഡാൻസ് മാത്രമല്ല, എനി ആർട്ട് ഫോം അത് ഓപ്പൺ അപ്പ് ചെയ്യും നമ്മുടെ അടുത്ത്. ഇന്ന് ഒരുപാട് നൃത്തം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ വലിയൊരു പാഠമാണ് ചേച്ചി അവർക്ക് കൊടുത്തത്. എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ യാത്രയ്ക്കും എൻ്റെ അച്ഛൻ്റെ പങ്ക് വലുതായിരുന്നു. എന്താണ് അച്ഛനെ പറ്റിയുള്ള ഓർമ്മകൾ? എൻ്റെ അച്ഛനെ പറ്റി ഉള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർമ്മകളും അച്ഛനുമായിട്ട് കണക്റ്റഡ് ആണ്. ചെറുപ്പത്തിലെ ഡാൻസ് ക്ലാസ്സുകൾക്ക് കൊണ്ടുപോകുന്നത് മുതൽ എൻ്റെ ഓരോ അക്കംപ്ലിഷ്മെൻറ്റ്സും പത്രം അന്നൊക്കെ നമ്മൾ പോയി കൊടുക്കണം. ഇപ്പോൾ ഒരു ഇന്നത്തെ പോലെ വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഒരു കോമ്പറ്റീഷന് ഒരു കുട്ടി ജയിച്ചാൽ ഇന്ന കുട്ടിക്ക് ഇന്ന സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുത്ത ഒരു കുഞ്ഞ് പാസ്പോർട്ട് ഫോട്ടോയും കൊടുത്താൽ അത് പത്രത്തിൽ അടിച്ചു വരും. അപ്പം അങ്ങനെ അച്ഛനെല്ലാം ഇങ്ങനെ പത്രക്കാർക്ക് ഇങ്ങനെ ന്യൂസ്, ബേസിക്കലി PR വർക്ക് നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു ഇന്നത്തെ PR വർക്ക്. അങ്ങനെയായിരുന്നു. അതായത് കുട്ടികളുടെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടേക്ക് നമുക്ക് മെറ്റീരിയൽസ് കൊടുക്കാം. അതുപോലെ ദൂരദർശനിൽ കുട്ടികൾക്ക് ഒരു പരിപാടി ഉണ്ട്, പൂമൊട്ടുകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട് ദൂരദർശനിൽ പ്രോഗ്രാംസ്. സോ ഇതെല്ലാം വഴി വെട്ടിത്തെളിച്ചത് അച്ഛനാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് ഞാനൊക്കെ വിചാരിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരൻറ്റിങ് വരുമ്പോൾ ഇപ്പോഴാണ് കൂടുതലും അത് ചെയ്യാം, ഇത് ചെയ്യാമോ, ഇത് അല്ല, ഇതെങ്ങനെ ഇവിടേക്ക് എത്തിപ്പെടും. അപ്പം ഞാൻ ആലോചിക്കും, അച്ഛനെങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ച ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടത്, അങ്ങനെ. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് ഞാനും ഓടുന്നത് ഇപ്പോഴും. പിന്നീട് സിനിമയിലേക്ക് വന്നപ്പോഴാണെങ്കിലും അച്ഛൻ ഏർലി റിട്ടയർമെൻ്റ് എടുത്തിട്ട് എൻ്റെ കൂടെ സിനിമ ലൊക്കേഷൻസിൽ എന്താ പറയുക, കോൺസ്റ്റൻറ്റ് സാന്നിധ്യമായിരുന്നു അച്ഛൻ. അച്ഛനില്ലാണ്ട് ഒരു ലൊക്കേഷനിലും ഞാൻ പോയിട്ടില്ല. അമ്മ ഭാരതീയ വിദ്യാഭവനിലെ ടീച്ചറാണ്, സംസ്കൃതം അധ്യാപികയാണ്. അപ്പോൾ അതൊരു വലിയ ഡെസിഷനാണ് അല്ലേ, ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു ഫാദർ ഫിഗർ ഇങ്ങനെ, ഞാൻ മകളുടെ കൂടെ പോവാം, നിങ്ങൾ നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛൻ. വളരെ എന്താ പറയുക, അച്ഛൻ ജീവിച്ചിരുന്ന സമയത്തെക്കാട്ടിലും മുന്നോട്ട് ചിന്തിച്ചും പ്രോഗ്രസീവായിട്ടുള്ള ഒരു ചിന്താഗതിയും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. എൻ്റെ സ്വന്തമായിരുന്നു അല്ലേ, ഒറ്റ വാക്കിൽ പറഞ്ഞ. അമ്മ എന്ന അധ്യാപിക തന്ന നിർദ്ദേശങ്ങളും പാഠങ്ങളും എന്തൊക്കെയായിരുന്നു? അമ്മ ഡിസിപ്ലിൻ, അതായത് എല്ലാത്തിലും
ടൈം വൈസ് ആയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റും ഡിസിപ്ലിനും ഒക്കെ അമ്മയുടെ സെക്ഷനായിരുന്നു. ഈ പഞ്ച്വാലിറ്റി വലിയൊരു ഘടകമാണോ? പിന്നെ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ്, അതിന് ശേഷം കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് നാമം ജപിച്ച് തിരിച്ച് വന്ന് പ്രാതൽ കഴിച്ച് സ്കൂളിൽ പോയി തിരിച്ച് വന്ന ഉടനെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ട്യൂഷൻ, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ ഡാൻസ് പ്രാക്ടീസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ പ്രാക്ടീസ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്? അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോവായിരുന്നു. അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ഗുരുക്കന്മാർക്കാണ്. ആ ഒരു റെസ്പെക്റ്റും അവരുടെ സമയം, ബാക്കിയുള്ളവരുടെ സമയത്തിനുള്ള നമ്മൾ കൊടുക്കുന്ന വില അതൊക്കെ അമ്മയാണ് പഠിപ്പിച്ചത്. അതായത് എൻ്റെ മാഷിനെ പഠിപ്പിക്കാൻ വരുന്നത് കോട്ടയത്താണ് മാഷിൻ്റെ വീട്. മാഷ് ചിലപ്പോഴൊക്കെ അന്നൊന്നും സെൽഫോണൊന്നുമില്ല, അപ്പോൾ മാഷ് ചിലപ്പോൾ പറഞ്ഞിട്ട് വരും, ചിലപ്പോൾ മാഷിന് എപ്പോൾ ഫ്രീ ടൈം ഉള്ളപ്പോഴും വന്ന് പഠിപ്പിക്കും മാഷ്. അപ്പോൾ ചിലപ്പോഴൊക്കെ പരീക്ഷയുടെ തലേ ദിവസമാണ് മാഷ് വരുന്നത്. മാഷ് വന്നിട്ടുണ്ടോ, ക്ലാസ് ഉണ്ടാവും, പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കണമായിരുന്നു, അതാണ് അമ്മയുടെ. അപ്പോൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പഠിക്കും, അല്ലെങ്കിൽ ഒന്ന് റിവ്യൂ ചെയ്താൽ പോരാ, അങ്ങനെ പെൻഡിങ് വയ്ക്കാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ ലെസൺസ് ഒക്കെ അമ്മയാണ് പഠിപ്പിച്ചത്. അതിന്നും ഓർക്കുന്നില്ലേ? പിന്നെ ചേച്ചി, ആകാശഗംഗ പോലൊരു സിനിമ ഇനി ഞങ്ങൾ മലയാളികൾക്ക് വരുമോ? ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. അത് ചെറിയ ഭാഗമല്ല, അടിപൊളി ഭാഗം തന്നെ വന്നത്. ആകാശഗംഗ സിനിമയുടെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാം. ആകാശഗംഗയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. നമുക്കറിയുന്നില്ല ഇതിങ്ങനെ എഫക്ട്സ് ഒക്കെ എങ്ങനെ വരുന്നു, ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ സ്ക്രീനിലേക്ക് കാണുന്നുള്ളൂ. അപ്പോൾ ക്രെയിനിൻ്റെ പൊക്കത്തിരുത്ത, ക്രെയിൻ പൊക്കുക, എന്നിട്ട് എയറിൽ നടക്കുക, കാലിൻ്റെ ഷോട്ട് മാത്രം. നമുക്കെന്താ രസമല്ലേ, ക്രെയിനിൻ്റെ മേലെ കയറിയിരിക്കുക ആളെ നമ്മളിങ്ങനെ പറക്കുന്നു, നമ്മളിങ്ങനെ കാല് കൊണ്ട് മാത്രം അഭിനയിച്ചാൽ മതി, മുഖമൊന്നുമില്ല, കാൽപാദം മാത്രം എയറിൽ നടക്കുകയാണല്ലോ ഇവര്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അപ്പം എനിക്കെന്താ ക്രെയിനിൻ്റെ പുറത്തിരിക്കാം, ഇവരൊക്കെ ഉന്തും, അങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട്. ആദ്യമായിട്ട് കോൺടാക്ട് ലെൻസ് വെച്ച ഓർമ്മ, അത് അഡ്ജസ്റ്റഡ് ആയത്. പിന്നെ ഇതേ സമയത്ത് തന്നെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടാവും, അപ്പം ഈ മേക്കപ്പിൽ വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത ഓർമ്മ. അപ്പോഴൊക്കെ എൻ്റെ മാഷ് ഇത് നോക്കിയാണ് മാഷ് ക്ലാസ് എടുക്കണേ. നമ്മൾ ചെയ്യണത് യക്ഷിയുടെ മുഖവും വെച്ചിട്ട് വല്ല ശൃംഗാരമുള്ള ഐറ്റം ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. അങ്ങനെ രസമായിരുന്നു. അങ്ങനെ ആ സിനിമ നല്ല ഓർമ്മകൾ നമ്മളെ ഉണർത്തുന്നുണ്ടല്ലേ ചേച്ചി? ഒരുപാട് സിനിമകളിൽ കഥാപാത്രങ്ങളാണെങ്കിലും ഞങ്ങൾക്കിന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംവിധായകൻ തന്നെയായിരുന്നു വിനയൻ സാറല്ലേ? വിനയൻ എന്ന സംവിധായകനെ പറ്റി ചേച്ചിക്ക് പറയാനുള്ളത്? അങ്കിളിനെ എനിക്ക് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ആണ് അങ്കിള് ആദ്യമായിട്ട് എന്നെ കാണുന്നത്. അപ്പോൾ അതൊരു അച്ഛൻ വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അവരാദ്യം എപ്പോഴാണ് മീറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സീരിയൽ ദൂരദർശനിൽ ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞൊരു സീരിയൽ അങ്കിൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്നൊക്കെ അറിയാമല്ലോ, ദൂരദർശൻ സീരിയൽസ് പറഞ്ഞാൽ 13 എപ്പിസോഡിൻ്റെ ഒരു സീരിയൽ. അപ്പോൾ അതിൽ ഒരു 6-7 എപ്പിസോഡ്സോളം ഞാനുണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ട് അറിയാം അങ്കിളിനെ. അതിനുശേഷം ശിപ്പായി ലഹള എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അമ്പലത്തിലാണ് അതിൻ്റെ ഉത്സവ സീനൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോഴാണ് പിന്നീട് അങ്കിൾ വീണ്ടും കാണുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് അവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നു. അപ്പോൾ അങ്കിൾ കണ്ടു. അപ്പോൾ ഉണ്ണിച്ചേട്ടാ നമുക്ക് ഹീറോയിൻ ആക്കണമല്ലോ, അങ്ങനെ സംസാരിച്ചിരുന്നു. അച്ഛനും അത് കേട്ടു, ഞാനും കേട്ടു. പക്ഷെ പിന്നീട് കല്യാണ സൗന്ദര്യം വന്നപ്പോൾ അങ്കിൾ വിളിച്ചു. ചേച്ചി, അപ്പം ഡിസംബറിൽ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു. പ്രേക്ഷകരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? മൃദംഗനാഥത്തിന് വേണ്ടിയിട്ട് എല്ലാവരും, ഒരു ഗ്ലോബൽ ഇവൻ്റാണിത്. ഇതിൽ ലോകമെമ്പാടുമുള്ള നർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അറ്റ് ദിസ് മൊമെൻറ്റ് പല സ്ഥലങ്ങളിലിരുന്ന് എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ ഒരുപാട് സപ്പോർട്ടും സ്നേഹവും പ്രോത്സാഹനവും പിന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള എൻറോൾമെൻറ്റും നമുക്ക് വരുന്നുണ്ട്. ഇനി കുറച്ച് നാളുകളും കൂടെ നമ്മൾ എൻറോൾമെൻറ്റ് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്, രജിസ്ട്രേഷൻസ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്. അതുകൂടാതെ എല്ലാവരുടെയും പ്രാർത്ഥന, സ്നേഹം, അതൊക്കെ വേണം നമ്മളുടെ ഈവൻറ്റിന്. ചേച്ചി, അപ്പോൾ ഈ ഈവൻറ്റ് വൻ വിജയമായി തീരട്ടെ. ആ റെക്കോർഡ് സ്വന്തമായിട്ട് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഇരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.